ബോളിവുഡിൽ ചെന്ന് മോഹൻലാൽ പറഞ്ഞ വാക്കുകളാണ് ഇപ്പോൾ വലിയ രീതിയിൽ ശ്രദ്ധ നേടുന്നത്. കാരണം മറ്റെല്ലാ ഇൻഡസ്ട്രിയെക്കാളും മുമ്പ് മലയാള സിനിമ അച്ചീവ് ചെയ്ത ചില കാര്യങ്ങളെക്കുറിച്ച് അഭിമാനത്തോടുകൂടി മോഹൻലാൽ പറഞ്ഞ കാര്യങ്ങൾ. കാരണം മോഹൻലാലിനും ഉണ്ടായിരുന്നു അതിലൊരു പങ്ക്. മോഹൻലാൽ ആദ്യമായി സംവിധാനം ചെയ്യുന്ന ബറോസ് എന്ന സിനിമയുടെ ഹിന്ദി ട്രെയിലർ ലോഞ്ച് വാർത്തകളിൽ നിറഞ്ഞിരിക്കുകയാണ്. ബോളിവുഡ് സൂപ്പർ സ്റ്റാർ അക്ഷയ് കുമാറാണ് ബറോസിന്റെ ഹിന്ദി ട്രെയിലർ ലോഞ്ച് ചെയ്തത്. ഇപ്പോഴത്തെ വേദിയിൽ മലയാള സിനിമയെക്കുറിച്ച് മോഹൻലാൽ പറയുന്നതാണ് ശ്രദ്ധ നേടുന്നത്. മലയാള സിനിമ ഇൻഡസ്ട്രി ചെറുതാണെങ്കിലും ഇന്ത്യൻ സിനിമാ മേഖലയ്ക്ക് നിരവധി സംഭാവനകൾ നൽകിയിട്ടുണ്ടെന്ന് മോഹൻലാൽ പറയുന്നു. കേരളം ഒരു ചെറിയ മാർക്കറ്റാണ്, പക്ഷേ മലയാള സിനിമ ഇൻഡസ്ട്രിയിൽ നിന്ന് വലിയ മാറ്റങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. പല മലയാള സിനിമകളും പാൻ ഇന്ത്യൻ ലെവൽ വരെ എത്തിയിട്ടുണ്ട്. അഭിമാനത്തോടെ പറയാൻ കഴിയും കാലാപ്പനി ഒരു പാൻ ഇന്ത്യൻ ചിത്രമാണെന്ന്. ആദ്യത്തെ സിനിമാ സ്കോപ്പ് ഇന്ത്യൻ സിനിമ ഇൻഡസ്ട്രിയിൽ കൊണ്ടുവന്നത് മലയാളത്തിലാണ്. ആദ്യ 3D ചിത്രം ഉണ്ടായത് മലയാളത്തിൽ നിന്നാണ്. ആദ്യത്തെ കോ പ്രൊഡക്ഷൻ ഫ്രാൻസുമായി നടത്തിയ ചിത്രം വാനപ്രസ്ഥം ഉണ്ടായത് മലയാളത്തിൽ നിന്നാണ്. അത്തരത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകാനാണ് മലയാള സിനിമ നോക്കുന്നത്. അതാണ് എന്റെ സ്വപ്നവും. ആ മാറ്റങ്ങളിൽ ഞാൻ അഭിമാനിക്കുന്നു. മോഹൻലാൽ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു. ഈ വീഡിയോ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ തരംഗമായിക്കൊണ്ടിരിക്കുകയാണ്. മോഹൻലാലിന്റെ ഈ വാക്കുകൾ ചെന്നെത്തി നിൽക്കുന്നത് അദ്ദേഹത്തിന്റെ ഇതുപോലുള്ള പുതിയ സംരംഭങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങളെ നോക്കിക്കാണുമ്പോഴാണ്. ആ ഒരു രീതിയിൽ തന്നെയാണ് മോഹൻലാൽ സഞ്ചരിക്കുന്നതും. ബറോസ് അതിന്റെ ഭാഗമാണ് എന്ന് തന്നെ പറയാം. പുതിയൊരു മാറ്റത്തിന് മോഹൻലാൽ ഒരുങ്ങുന്നു. അത് അദ്ദേഹം സംവിധാനം കൂടി ചെയ്യുമ്പോൾ പറയേണ്ടതില്ലല്ലോ. ഡിസംബർ 25 ക്രിസ്മസ് റിലീസായിട്ടാണ് ബറോസ് തിയേറ്ററിലേക്ക് എത്തുന്നത്. മികച്ച പ്രതികരണങ്ങളായിരുന്നു സിനിമയുടെ ട്രെയിലറിന് ലഭിച്ചത്. സിനിമയുടെ വിർച്വൽ 3D ട്രെയിലറാണ് പുറത്തിറങ്ങിയത്. കുട്ടികൾക്കുള്ള ചിത്രമായാണ് ബറോസ് ഒരുങ്ങുന്നത്. എന്നിരുന്നാലും എല്ലാ വിഭാഗത്തിൽപ്പെട്ട പ്രേക്ഷകർക്കും ഇതിനെ സ്വീകരിക്കാൻ പറ്റുമെന്ന് തന്നെയാണ് അണിയറ പ്രവർത്തകർ പറയുന്നത്. മൈഡിയർ കുട്ടിച്ചാത്തൻ സംവിധാനം ചെയ്ത ജിജോയുടെ കഥയെ ആസ്പദമാക്കി മോഹൻലാൽ ഒരുക്കുന്ന ചിത്രമാണ് ബറോസ്. മോഹൻലാൽ തന്നെയാണ് സിനിമയിലെ പ്രധാന കഥാപാത്രമായ ബറോസിനെ അവതരിപ്പിക്കുന്നത്. നിധി കാക്കുന്ന ഒരു ഭൂതവും ഒരു കൊച്ചുകുട്ടിയും അവരുടെ അത്ഭുത ലോകവും എല്ലാമായുള്ള സിനിമ കുട്ടികൾക്കും കുടുംബങ്ങൾക്കും ഒരു ക്രിസ്മസ് വിരുന്നായിരിക്കുമെന്ന് പ്രതീക്ഷിക്കാം. ബറോസ് മുൻകൂട്ടി പ്ലാൻ ചെയ്ത സിനിമയല്ല. ഒരു 3D പ്ലേ ചെയ്യാനുള്ള ചർച്ചകളിൽ നിന്നാണ് ബറോസ് രൂപപ്പെട്ടത്. എങ്ങനെയാണ് ബറോസിന്റെ സംവിധാനത്തിലേക്ക് എത്തിയത് എന്ന് മോഹൻലാൽ പറയുകയുണ്ടായി വിശദമായി തന്നെ. മൈഡിയർ കുട്ടിച്ചാത്തൻ സംവിധാനം ചെയ്ത ജിജോ തന്നെ ബറോസും സംവിധാനം ചെയ്യണമെന്ന് ആഗ്രഹിച്ചിരുന്നുവെന്നും എന്നാൽ അദ്ദേഹത്തിന് താല്പര്യമില്ലെന്ന് പറഞ്ഞപ്പോൾ ആ അവസരം തന്നിലേക്ക് വരികയായിരുന്നുവെന്നും മോഹൻലാൽ പറയുകയും ചെയ്തിരുന്നു. ലൈഫ് ടൈമിൽ നമുക്ക് കിട്ടുന്ന അവസരം മാത്രമല്ല ഇത് അനുഗ്രഹം കൂടിയാണ്. ചില കാര്യങ്ങൾ നമ്മളിലേക്ക് വരുമ്പോൾ അത് വേണ്ടെന്ന് വെക്കുന്നത് നല്ലതല്ല എന്നാണ് എൻ്റെ ഒരു അനുഭവം. മോഹൻലാൽ പറഞ്ഞതിങ്ങനെ. ഏതാണ്ട് 46 വർഷം അഭിനയിച്ച ശേഷമാണ് ഞാനൊരു സിനിമ സംവിധാനം ചെയ്യുന്നത്. ഇത്രയും കാലത്തെ അനുഭവ പരിജ്ഞാനം അഭിനയത്തിലുപരി സിനിമയുടെ മറ്റ് സാങ്കേതിക വശങ്ങളെക്കുറിച്ചും അറിവ് പകർന്നു നിന്നിട്ടുണ്ടെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. മോഹൻലാലിനൊപ്പം ബറോസ് എന്ന ചിത്രത്തിൽ TK രാജീവ് കുമാർ എന്ന സംവിധായകനും ഉണ്ടായിരുന്നു. മോഹൻലാൽ തന്റെ അടുത്ത സുഹൃത്താണെന്നും ബറോസ് എന്ന സിനിമയുടെ ആദ്യ അവസാനം മോഹൻലാലിനോടൊപ്പം സഞ്ചരിക്കാനുള്ള ഭാഗ്യം ലഭിച്ചുവെന്നും TK രാജീവ് കുമാർ പറയുന്നുണ്ട്. പക്ഷേ സിനിമ റിലീസ് തയ്യാറെടുക്കുന്ന ഈ സാഹചര്യത്തിൽ കൂടുതൽ വിശദാംശങ്ങൾ വെളിപ്പെടുത്താൻ നിവർത്തിയില്ല എന്നും ചിത്രം കുട്ടികൾക്ക് വേണ്ടി തയ്യാറാക്കിയിരിക്കുന്ന സിനിമയാണ്. ഇക്കാലത്ത് കുട്ടികളെ മുൻനിർത്തി സിനിമകൾ മലയാളത്തിൽ വളരെ കുറച്ച് മാത്രമേ സംഭവിക്കുന്നുള്ളൂ എന്നും ചിത്രം വളരെ മനോഹരമായ ആനന്ദം പ്രേക്ഷകർക്ക് സമ്മാനിക്കുമെന്നും താൻ വിശ്വസിക്കുന്നുവെന്നും TK രാജീവ് കുമാർ പറയുന്നുണ്ട്. കുട്ടികൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ചിത്രം എന്നുള്ള നിലയിൽ ബറോസിന് മലയാള സിനിമയെ സംബന്ധിച്ചിടത്തോളം വളരെയധികം പ്രാധാന്യമുണ്ട്. എല്ലാത്തരം പ്രേക്ഷകർക്കും ചിത്രം ആസ്വദിക്കാനാകും. ഒരുപക്ഷെ 46 വർഷം മലയാളികൾ മോഹൻലാലിന് നൽകിയ സ്നേഹത്തിന്റെ പ്രതിഫലം എന്നോണം ബറോസ് എന്ന സിനിമയെ വിലയിരുത്താം. അങ്ങനെ കരുതാനാണ് ഞാൻ ആഗ്രഹിക്കുന്നതെന്നും TK രാജീവ് കുമാർ പ്രതികരിച്ചു. സിനിമയുടെ ട്രെയിലറിലും പ്രേക്ഷകർക്ക് ഒരു 3D അനുഭവം ആസ്വദിക്കാനാകും. എല്ലാ തരത്തിലുമുള്ള ടെക്നോളജി ഇപ്പോൾ ലഭ്യമായതുകൊണ്ട് തന്നെ സിനിമയുടെ സ്വഭാവം പ്രേക്ഷകരിലേക്ക് കുറച്ചുകൂടി ആഴത്തിൽ എത്തിക്കുന്നതിന് വേണ്ടിയാണ് ട്രെയിലറിലും ഒരു 3D സമീപനം നടത്തിയെന്ന് TK രാജീവ് കുമാർ പറഞ്ഞു. മോഹൻലാലിന്റെ സംവിധാന സംരംഭം പ്രേക്ഷകരെ നിരാശപ്പെടുത്തില്ലെന്നും TK രാജീവ് കുമാർ കൂട്ടിച്ചേർത്തു.